ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഒന്നായിട്ടാണ് ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വേറിട്ട ആചാരങ്ങളും രീതികളും സ്വവംശ വിവാഹ നിശ്ചയം നടത്തി ഞങ്ങൾ അങ്ങനെ ഒരു സെപ്പറേറ്റ് വിങ്ങായിട്ട് തന്നെയാണ് പോന്നിരുന്നത്. പിന്നെ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് ഇങ്ങനെ മധ്യ തിരുവിതാംകൂറിലേക്കും മലവിലേക്കും എല്ലാം കുടിയേറിയവരാണ്. ഞങ്ങൾക്കായിട്ട് 10ാം പിയൂസ് മാർപ്പാപ്പ 1911 കോട്ടയം വികാരിയത്ത് സ്ഥാപിച്ചു തന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന 3 മെത്രാന്മാരുടെയും കൂടെ സമ്മതത്തോടു കൂടി സീറോ മലബാറിൽ അന്ന് 3 ഉണ്ടായിരുന്നുള്ളൂ. ആ 3 എവിടെയെല്ലാം തെക്കുഭാഗ ജനത്തിൽപ്പെട്ട ആൾക്കാർ, ജ്ഞാനായക്കാർ, ഞങ്ങളെ തന്നെയാണ് തെക്കുഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് കേട്ടോ. ഞങ്ങളെ ഉൾപ്പെടുത്തി, അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോട്ടയം രൂപത സ്ഥാപിച്ചതും. അതിന് ആദ്യത്തെ മെത്രാനായിട്ട് മാർക്കിൻ മത്തായി മെത്രാനെ അവരൊതുക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് ചൂളപ്പുറത്ത് പിതാവ് വന്നു, തറയപ്പിതാവ് വന്നു, അത് കഴിഞ്ഞിട്ട് കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവ് വന്നു. അതിനെ തുടർന്ന് വന്നാണ് ഇപ്പോഴത്തെ മെത്രാനായിട്ട് നിൽക്കുന്ന മാർ മാത്യു മൂലക്കാട്ട്. അദ്ദേഹം 2006 മുതൽ ഞങ്ങളുടെ മെത്രാപ്പൊലിത്തയായിട്ട് സ്ഥാനം ഏറ്റെടുത്താണ്. അതിനുശേഷം ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് വിചാരിച്ച് എല്ലാം പതിപോലെ ഞങ്ങൾക്ക് തുടർന്നുകൊണ്ടിരുന്നു. എന്തായാലും ഞങ്ങൾ ആവശ്യപ്പെടാത്ത ഒരു മെത്രാപ്പൊലിത്തയാണ്, ഞങ്ങളുടെ രൂപതയിൽ നിന്ന് പോലും ആവശ്യപ്പെടാത്ത ഒരു മെത്രാപ്പൊലിത്തയാണ് ഞങ്ങൾക്ക് മെത്രാനാക്കി അനുവദിച്ചു കിട്ടിയത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം കോട്ടയം രൂപത വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്യാസം സ്വീകരിച്ച് വല്ലംപ്രോസ്യൻ സഭയിലേക്ക് പോയ വ്യക്തിയാണ്. അവിടെ നിന്നാണ് പുള്ളി വീണ്ടും തിരിച്ച് മെത്രാനായിട്ട് അവിടെ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. ഒരു ജ്ഞാനക്കാരനാണല്ലോ, മാർക്കറ്റും എതിര് ഉണ്ടാവത്തില്ല എന്ന് കരുതിയിരുന്നു. പക്ഷെ ഗ്രാജുവലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം സമുദായത്തെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല സംഭവങ്ങളും ഉണ്ടായി. അവസാനം ഞങ്ങൾ ഈ 2018 നാനായ സമുദായ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും പല നിവേദനങ്ങളും പല മീറ്റിങ്ങുകളും എല്ലാം അദ്ദേഹവുമായിട്ട് നടത്തിയെങ്കിലും നാളിതുവരെ യാതൊരുവിധ അനുഭാവപൂർണമായ പ്രവൃത്തിയും അവിടുത്തെ മെത്രാപ്പൊലിത്തയിൽ ഉണ്ടായിട്ടില്ല. മെത്രാപ്പൊലിത്ത കോട്ടയം അരമനയിൽ വാഴുന്ന അല്ലെങ്കിൽ രൂപതയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും അടക്കി വാണിക്കുകയാണ്. അവരെല്ലാം ചെപ്പടിയിൽ ഒതുക്കി അങ്ങേർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ എല്ലാവരെയും കൊണ്ടാണ് അവിടെ നിറച്ചു വെച്ചിരിക്കുന്നത്. ഈ പോയിന്റ്സിലെല്ലാം ഉള്ള അച്ഛന്മാരും ആൾക്കാരെല്ലാം മാറ്റം പോലും ഇല്ലാതെ വർഷങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം രൂപതയ്ക്കെതിരായി പല പ്രശ്നങ്ങളും ഉണ്ടായി, നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്ന വിധത്തിലുണ്ടായി. അതിനെല്ലാം സമുദായത്തിന് അനുഭവമല്ലാത്ത വിധത്തിലാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. ഞങ്ങളും പല കേസുകളും അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുണ്ട്, പുറത്തുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കോടതിയുടെ ഭാഗമാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു അനുഭാവപൂർണമായ നടപടികളും ഉണ്ടാകാത്തത് കൊണ്ട് സമുദായം നശിക്കാനുള്ള പരിപാടികളെല്ലാം തന്നെ അടിസ്ഥാനശീലയെല്ലാം അദ്ദേഹം പാകി വെച്ചിരിക്കുന്നതുകൊണ്ടും ഇനിയും കാത്തിരുന്നാൽ പറ്റില്ല എന്നുള്ള വിചാരത്തിൽ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ കുറച്ചും കൂടെ ഉഷാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും നാളും ഞങ്ങൾ അരമനയുടെ ഉള്ളിൽ തന്നെയായിരുന്നു, ഞങ്ങളുടെ കോമ്പൗണ്ടിന് ഉള്ളിലായിരുന്നു ഞങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 13-ാം തീയതി റാലി നടത്താൻ ഉദ്ദേശിക്കുന്നു. അത് നിർഭാഗ്യവശാൽ സ്വാധീനത്തിൽപ്പെട്ട് നടത്താൻ പറ്റാതെ പോയി. കാരണം പോലീസ് അധികാരികളെ നിരോധിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നുപോയി. ഈ വിവരം എല്ലാവരെയും ഒന്നും അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം. കോട്ടയത്ത് കടുത്തുരുത്തി വലിയപള്ളി എന്ന് പറയുന്ന തലപ്പള്ളിയാണ്. ഞങ്ങളിവിടെ കോട്ടയത്തേക്ക് കുടിയേറിയതിനു ശേഷം ഞങ്ങൾ തുടക്കം കുടിക്കുന്നത് കടുത്തുരുത്തിയിൽ നിന്നാണ്. മറ്റ് ഈ കേരളത്തിലെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയതും ലോകത്തിലേക്ക് മുഴുവൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ തലപ്പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായിട്ട് ഉയർത്തിക്കൊണ്ട് സീറോ മലബാറിലെ മേജർ ആർക്കി ബിഷപ്പിന്റെ കീഴിലേക്ക് എത്തിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഒരു പ്രമേയം പാസ്സാക്കുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ കോടതിയിൽ നിന്ന് അതിന് സ്റ്റേ ലഭിച്ചു. 3 വർഷക്കാലത്തേക്ക് സ്റ്റേ നിന്നു. അതിനുശേഷം പല ചർച്ചകളും പല വിട്ടുവീഴ്ച ശ്രമങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അതിനൊന്നും ഈ സംഘടന തയ്യാറായിട്ടില്ല. അതുകൊണ്ട് സീറോ മലബാർ തന്നെ അതിൽ നിന്നും പുറകോട്ട് പോയി. അതുപോലെ തന്നെ ഈ സമുദായത്തിന് വിരുദ്ധമായ നടപടികൾക്കെതിരെ സമുദായ അംഗങ്ങൾ തന്നെ സംഘടനയുടെ നേതൃത്വത്തിൽ കേസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സമുദായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4-5 കേസുകൾ നിലവിൽ കോടതി നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം സമുദായ നിലനിൽപ്പിന് വേണ്ടിയാണ്, വ്യക്തിപരമായ ആർക്കും എതിരൊന്നുമല്ല. എന്നാൽ
സഭയുടെ പേര് പറഞ്ഞുകൊണ്ട് മെത്രാൻ സമുദായത്തിനെതിരെ നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിയമപരമായ സംരക്ഷണം ആവശ്യപ്പെട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഞങ്ങൾക്കിടയിൽ തന്നെയാണെങ്കിലും ഞങ്ങളുടെ സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ പിന്തുടരുന്ന ആചാരങ്ങളെക്കുറിച്ചൊക്കെ പലർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിലെ മുഴുവൻ നിയമങ്ങളും പാലിച്ചുകൊണ്ട് സാമൂഹികമായിട്ട് ജീവിക്കുന്ന സാമുദായികമായിട്ട് ജീവിക്കുന്നവർക്ക് മറ്റുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ് നമ്മൾ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള മതസ്വാതന്ത്ര്യം മാത്രമാണ് നമ്മൾ കാക്ഷിക്കുകയും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാളെയും മറ്റുള്ള രീതിയിൽ മാറ്റി നിർത്താതെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ സാമുദായികമായിട്ട് ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ പാരമ്പര്യവും പൈതൃകവും എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്താലാണ് കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കേസുകളൊക്കെ തെക്കുംഭാഗ ജനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിരിക്കുന്ന രൂപതയിൽ നിന്ന് വ്യത്യസ്തമായ ആരെങ്കിലും എന്ത് തീരുമാനമെടുത്താലും അതിൽ തന്നെ അസാധുവായിരിക്കുന്നുള്ളതാണ്. മുനിസിപ്പൽ കോടതിയിലെ ആ ബൂള തന്നെ മുഖ്യമായിട്ട് എടുത്തുകൊണ്ടാണ് ഒരു വിധി സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഞങ്ങള് സമുദായത്തിന്റെ ഒരു ലഘു ചരിത്രവും ആ ബൂളായും കൂടെ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ആയിട്ട് ഞങ്ങള് അടുത്തയാളെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ. അപ്പൊ അവിടെ എല്ലാ വിഭാഗക്കാരും അവിടെയുണ്ട്. ഞങ്ങളാണ് അമേരിക്കയിലെ ഞങ്ങളുടെ 17 പള്ളികളോളം സ്ഥാപിച്ചു. ഞങ്ങൾ ജ്ഞാനക്കാർ തന്നെ പൈസ കൊടുത്ത് മേടിച്ച സ്ഥാപിച്ച പള്ളികളെല്ലാം സീറോ മലബാർ പിന്നീട് അധികാരത്തിലെത്തിയ സീറോ മലബാറിന് സാവകാശമാണ് അവിടെ അധികാരത്തിലെത്തുന്നത്. അപ്പൊ ആ പള്ളികളെല്ലാം സീറോ മലബാറിൻ്റെതായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങളുടെ പള്ളികളല്ല. ഇത് ആസ്ട്രേലിയയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇങ്ങനെ കനത്ത് വരാനായിട്ടുള്ളത്. കാരണം അവിടങ്ങളെല്ലാം വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട്.